എന്തേരി അണ്ണാ, ഇതിപ്പോൾ നമ്മൾ കാലാകാലമായി കഥയിൽ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് 150 രൂപ കൊടുത്തുള്ളൂ, എനിക്ക് വേസ്റ്റ് ആയിട്ടാണ് തോന്നിയത്. ട്രെയിലർ കണ്ടപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് വിചാരിച്ചിട്ടാണ് കണ്ടത്, പക്ഷേ വലിയ ഗുണമൊന്നുമില്ല. പിന്നെ എല്ലാവരും സിനിമ കാണുക. സോ ഇറ്റ് ഈസ് സംതിങ് വർത്ത് യുവർ മണി. We'll wait for the next part. സൂപ്പർ പടം, കുഴപ്പമില്ല, നല്ല പടം. വിജയനാണ് സൂപ്പർ അഭിനയം. ഇഷ്ടപ്പെട്ടത് കുറേ കണ്ട്. പടം നല്ല എടുത്തിരിക്കുന്നത്, നല്ല സൂപ്പറായിരിക്കുന്നു, കൊള്ളാം. വിജയാനി നല്ല നടിച്ചിരിക്കുന്നു, കൊള്ളാം. ത്രില്ലറാണ്, അത് സൂപ്പറായിരിക്കുന്നു. ഇത് അവന് ലാസ്റ്റ് കൊല്ലില്ല, അത് അടിപൊളിയാണ്, കൊള്ളാം. ശരത് കുമാറിൻ്റെ ക്യാരക്ടർ കൊള്ളാം, നല്ല ക്യാരക്ടറാണ്. കുഴപ്പമില്ല, തീരെ ബോറടിയില്ല. ലാഗ് തോന്നും അത് സിനിമ ഈ സിനിമ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ശരത് കുമാറും കൊള്ളാം, വിജയ് ആൻ്റണി കൊള്ളാം, പിന്നെ ആ വില്ലനും കുഴപ്പമില്ല. എടുത്തു വെച്ചാൽ മൃഗത്തോട് കാണിക്കുന്ന ആ സ്നേഹവും. ലാസ്റ്റ് വിജയകാന്തിന് ഒരു ഹോമേജ് കൊടുത്തിട്ടുണ്ട്, അത് കാണാൻ നല്ല ഇതുണ്ട്. നല്ല സസ്പെൻസാണ്. ആൻ്റണി തന്നെ ഒബ്വിയസ്ലി. ശരണ്യ മെസ്സേജ് അല്ല, ഒരു കണ്ടിന്യൂഷനാണ്. നെക്സ്റ്റ് അടുത്ത എപ്പിസോഡ് ഉണ്ട്. വിൽ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് പാർട്ട്. മൂവി നന്നായിട്ടുണ്ട്. വിജയ് ആൻ്റണി കൊള്ളാം. സത്യരാജിൻ്റെ ആക്ടിങ്ങും ഓക്കെ, നോ പ്രോബ്ലം. ഇറ്റ്സ് എൻ ആക്ഷൻ ത്രില്ലർ. എല്ലാവരും സിനിമ കാണുക. സോ ഇറ്റ് ഈസ് സംതിങ് വർത്ത് യുവർ മണി. കൊള്ളൂല ബ്രോ, വലിയ എടുത്ത് പറയാനായിട്ടൊന്നുമില്ല. ഞാൻ ഇന്നലെ റിലീസായ ട്രെയിലർ കണ്ടായിരുന്നു. ട്രെയിലർ കണ്ടപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് വിചാരിച്ചിട്ടാണ് കണ്ടത്, പക്ഷേ വലിയ ഗുണമൊന്നുമില്ല. പിന്നെ വിജയ് ആൻ്റണിയുടെ പടമായതുകൊണ്ടാണ് ഞാൻ കയറി കാണാമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ ട്രെയിലറൊക്കെ ഒത്തിരി കൊള്ളാമെന്ന് ചോദിച്ചാൽ പ്രജാത്രമൊന്നും വന്നില്ല. ഇങ്ങേര് കുറച്ച് ടാഗ് ലൈൻ മാറ്റണം. ഈ പാസ്സൊക്കെ പിടിച്ച് അങ്ങനെ ഓരോ സിനിമകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ടാഗ് മാറ്റിയാൽ നന്നായിരിക്കും. പിന്നെ പുള്ളി കൊള്ളൂലെന്നല്ല, പക്ഷേ കുറച്ച് ഈ ലൈൻ തന്നെ പിടിച്ചുകൊണ്ടെന്ന ഓടും തോന്നണില്ല. ഇനിയിപ്പോൾ കുറച്ച് മാറ്റിയൊക്കെ പിടിച്ച് നല്ല പടങ്ങൾ ചെയ്യണം എന്നാണ് പറയാനുള്ളത്. ശരത് കുമാർ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് ഈ ഭയങ്കര വലിയ സംഭവമൊന്നുമല്ല, പക്ഷേ നമ്മൾ ഒരു ചെറിയൊരു എക്സ്പെക്റ്റേഷനാണ് പോയത്, അതുപോലും ഇല്ല. ഭയങ്കര ബോറടിച്ചു. പിന്നെ വിജയ് ആൻ്റണിയുടെ ഫൈറ്റ് കൊള്ളാം, അതാണ് കുറച്ച് പോസിറ്റീവായിട്ട് തോന്നിയത്. പിന്നെ ശരത് കുമാറിൻ്റെ കുറച്ചൊക്കെ കൊള്ളാം. അല്ല വെറുത്തല്ല, എനിക്ക് വെറുത്തല്ല. നിങ്ങൾ കണ്ടു നോക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് 150 രൂപ കൊടുത്തുള്ളൂ, എനിക്ക് വേസ്റ്റ് ആയിട്ടാണ് തോന്നിയത്. അതെ, തീർച്ചയായിട്ടും. കാരണം ഇനി തമിഴ് സിനിമ നമ്മൾ ഇപ്പം മുൻകാലങ്ങളിൽ മലയാള സിനിമകൾ ഇപ്പം ദയനീയമായി പോയിക്കൊണ്ടിരിക്കും പോലെയാണ് തമിഴ് സിനിമയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും അവിടെ ഒരു കംബാക്ക് വേണം. ഇനിയിപ്പോൾ വിജയുടെ പടവും വിക്രത്തിൻ്റെ പടമൊക്കെ ഇറങ്ങാൻ പോയല്ലേ, ഇനി അതിൽ തന്നെ ശേഷമേ ഉള്ളൂ ഇനി തമിഴ് സിനിമയിൽ. എന്തേരി അണ്ണാ, ഇതിപ്പോൾ നമ്മൾ കാലാകാലമായി കഥയിൽ ഒരേ പാറ്റേണിലൊക്കെ വെച്ച് പോകണ തന്നെ ഭയങ്കരമായിട്ട് സംഭവമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല.